ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വരാൻ സ്വലാത്തുകൾ കൂടുതലായി ചൊല്ലുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. സ്വലാത്ത് കൂടുതലായി ചൊല്ലുക, ഔഷധം അതാണ്. സ്വലാത്തുകൾ കൂടുതലായി ചൊല്ലുക. സ്വലാത്ത് ചൊല്ലി 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 നാം ഇങ്ങോട്ട് മയപ്പെടുത്തിയെടുക്കണം. 700 സ്വലാത്ത് ദിവസം ചൊല്ലുന്ന വ്യക്തി മരിക്കുന്ന അവസരത്തിൽ മുത്തുനബിയെ കണ്ടേ മരിക്കുകയുള്ളൂ. ഞാനിവിടെ വന്ന വാഴതിൽ മുഴുവനും ഈ കണ്ടന്റുകൾ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അവതരണത്തിന്റെ രീതി മാറ്റി എന്നല്ലാതെ വിഷയം മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 1, 2, 3 വാഴലുകളിൽ അത് പറഞ്ഞതാണ്. ഇന്ന് സമൂഹത്തോട് ഇതല്ലാതെ മറ്റൊന്ന് പറയാൻ? ആദം നബി അലൈഹി സ്വലാമിന്റെ കഥയും ചരിത്രവും ആയിഷ ബീവിയുടെ ചരിത്രവും ഒക്കെ പറയാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷേ ആദ്യം ബേസിക് ശരിയാവണ്ടേ, ബേസ്മെന്റ് ശരിയാവണ്ടേ? അടിയാധാരമില്ലാതെ എങ്ങനെയാണ് നമ്മളൊരു ഭൂമി രജിസ്റ്റർ ചെയ്യുക? നമുക്ക് അടിയാധാരം വേണ്ടേ? അതാണ് മക്കളെ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഭവമൊക്കെ നിങ്ങൾക്കൊന്ന് ഫലിച്ചു കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം സ്വലാത്തിനെ അധികരിപ്പിക്കലാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി മരിക്കുമ്പോ മുത്തുനബിയെ കണ്ടേ മരിക്കൂ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. അതെന്താണ്? മുത്തുനബിയെ കാണാൻ പറ്റിയ ഒരു പരുവത്തിലേക്ക് അവന്റെ ജീവിതം സ്വലാത്ത് കൊണ്ട് പാകപ്പെടും എന്നുകൂടി അതിന്റെ അർത്ഥമാണ്. എന്നല്ല 700 സ്വലാത്തില്ലി മദാറൊക്കെ കളിച്ചിട്ട് നീങ്ങി അങ്ങനെ മരിക്കാൻ നേരത്ത് മുത്തുനബി വന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. ഈ സ്വലാത്ത് ദിവസവും ചെല്ലുന്ന വ്യക്തിയുടെ ജീവിതം പരിവർത്തനപ്പെടുകയും മുത്തുനബിക്കൊക്കെ സദസ്സിൽ വരാൻ മാത്രം അവൻ സ്ഫുടം ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ അദദ മാ തുഹിബ്ബു വതഗ്ളാ. മുത്തുനബിക്ക് സ്വലാത്ത്, ആലിന് സ്വലാത്ത്, സഹബിന് സ്വലാത്ത്, എല്ലാവർക്കും ആദരവോടെ ഗുണം ചെയ്യണം, അവർക്കൊക്കെ സലാമത്തും നൽകണം എന്ന് പറഞ്ഞിട്ട് പറയാണ് എത്ര വേണ്ടി? കമാ തുഹിബ്ബു വതഗ്ളാ. എങ്ങനെ വേണ്ടി? അൻ്റെ ഇഷ്ടം പോലെ, അൻ്റെ പൊരുത്തം പോലെ. എങ്ങനെ സ്വലാത്ത് ഒൽക്ക് എങ്ങനെ ഗുണം ചെയ്താലാണ് അനക്ക് പൊരുത്താകുക, അനക്ക് ഇഷ്ടാകുക? അതേമാതിരി എത്ര എണ്ണ വേണ്ടി? അനക്ക് എത്ര എണ്ണ ഉണ്ടായാലാണ്, എത്ര എണ്ണ ഉണ്ടായാലാണ് അനക്ക് പൊരുത്താകുക? അത്ര എണ്ണം. ഓ വല്ലാത്തൊരു സ്ഥലം. എപ്പിസാദ് പറഞ്ഞ സ്ഥലം. എൻ്റെ മക്കളെയും കൊണ്ട് +1 +2 കുട്ടികളെ ഓലയും കൊണ്ട് എപ്പിസാദിൻ്റെ അടുത്ത് പോയി. അപ്പം എപ്പിസാദ് പറഞ്ഞു പറഞ്ഞെന്ന സ്ഥലം നമ്മൾ പഠിച്ചോളി, അത് പഠിച്ചവിടെ ഒക്കെ പോയാൽ ഇത് മാത്രം ബാക്കിയാട്ടെ, ഇതെങ്കിലും ബാക്കിയാട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ. ചൊല്ലി اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. جلي പത്തട്ടം ജല്ലി. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. പഠിഞ്ഞില്ലേ? ഒന്ന് ചൊല്ലിക്കാൻ ഞാൻ കേൾക്കട്ടെ. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്.
പെണ്ണുങ്ങളൊക്കെ മൊബൈലിൽ പിടിച്ചോളി. ഒന്നുകൂടി ചൊല്ലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. എത്താണ് ആ സലാത്തിന്റെ കട്ടിയറിങ്ങൾ? ഒരുപാട് സലാത്തുകൾ ഈ പുസ്തകത്തിൽ അതിപ്പോ കേട്ടത് ഭയങ്കര സംഭവം. അള്ളാഹുവിലുള്ള ഭയപ്പാട് എന്നൊരു സംഗതിയാണ്, അള്ളാഹുവിലുള്ള ബേജാറ് എന്നൊരു സംഗതിയാണ്. അത് നമ്മുടെ മക്കൾക്ക് കയറ്റിക്കൊടുത്താലല്ലാതെ നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകി മാറാൻ കഴിയില്ല. അതെങ്ങനെ കിട്ടും? എപ്പോഴാണൊരു മനുഷ്യൻ പരലോകത്ത് കുടുങ്ങിപ്പോകുന്നത്? ഈ ലോകത്ത് നിന്ന് പടച്ചോനെ പേടി കേരാത്തവർ, മരണമെന്ന ചിന്തയിൽ നിന്ന് അകലന്നു പോയവർ. ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ നമ്മുടെ ശിഹാബ് മരണപ്പെട്ടു പോയത്? 38 വയസ്സ് പ്രായമുള്ളപ്പോഴല്ലേ അവൻ മരണപ്പെട്ടു പോയത്? ആ വ്യക്തി നാടാകെ നടന്ന് കണ്ടവരോടൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ആഖിബത്ത് നന്നായി മരിക്കാൻ തോർക്കണേ ഉസ്താദേ, അവസാനമൊന്ന് നന്നായി മരിക്കാൻ തോർക്കണേ ഉസ്താദേ. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശിഹാബ് നമ്മളിൽ നിന്ന് പിരിഞ്ഞത്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വീണ് മരണപ്പെട്ട സന്ദർഭത്തിൽ, മരണത്തിന്റെ സമയത്ത് തനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഹൂറുല്ലീങ്ങളെ കണ്ട് സ്ഖലനം സംഭവിച്ചു പോയത് നമ്മളൊക്കെ അറിഞ്ഞുപോയ സംഭവമാണ്. 40 വയസ്സ് തികയാത്ത പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള യുവാവ്, അദ്ദേഹം മരണപ്പെട്ടു പോയത് ഈ ഘട്ടത്തിലാണെങ്കിൽ ഈ ഒരു ബോധം നമ്മുടെ മക്കളുടെ ഉള്ളത്തിലേക്ക് കേറ്റലാണ് നമ്മുടെ പണി. ഇത് എന്ന് കേറും അന്നാണ് നമ്മുടെ പണി അവസാനിക്കുക. ഇത് എന്ന് കേറിക്കിട്ടും അന്നാണ് നമ്മുടെ ദൗത്യം അവസാനിക്കുക. അന്നാണ് നമ്മൾക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റുക. ഒരു നല്ല മരണത്തെ നമ്മൾ സമ്മാനിക്കണം നമ്മളെ മക്കൾക്ക്. അതിന് നല്ലൊരു ജീവിതത്തെ സമ്മാനിക്കണം മക്കൾക്ക്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുമോ കേൾക്കില്ലേ എന്നൊന്നും എനിക്കറിയില്ല. മക്കൾക്ക് ഇൽമു കൊടുക്കണം. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കണം. അത് ഹാദിയ കോഴ്സാകാം, വാഫിറ കോഴ്സാകാം, ബാഹിറ കോഴ്സാകാം. നല്ല തെർബിയത്ത് കൊടുക്കുന്ന, പടച്ചവനെ പേടി കൊടുക്കുന്ന, നല്ല ശിക്ഷണം നൽകുന്ന, നല്ല നസീഹത്ത് കൊടുക്കുന്ന, +1-ന്റെയും +1-ഉം +2-ഉം ഡിഗ്രിയും ഒക്കെ ഉയർന്ന മാർക്കോടെ ജയിച്ച് സ്ഥാപനത്തിന്റെ മികവ് ഉയർത്തണമെന്ന് മാത്രം ചിന്തിക്കാതെ ഞങ്ങളെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത മക്കൾക്ക് പടച്ചവനെ പേടി കൊടുക്കണമെന്ന ചിന്തയുള്ള കോഴ്സിൽ സ്ത്രീകൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. ഞാൻ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളോട്, ഇവിടത്തെ അഭ്യുദയ കാംക്ഷികളോട്, സയ്യിദ് അടക്കമുള്ള എല്ലാവരോടും ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ മഹല്ലിൽ പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ളൊരു സ്ഥാപനമുണ്ടാവുക. അതിൽ PG വരെ കൊടുക്കട്ടെ സംവിധാനങ്ങൾ. ആ PG വരെ നൽകുന്നതോടൊപ്പം അവർ ഫത്ഹുൽ മുഈനും തഫ്സീറും റിയാദുസ് സ്വാലിഹീനും മിഷ്കാത്തുമൊക്കെ അവർ ഓതി അതിൻ്റെ കൂടെ വഅളും നസീഹത്തും കേട്ട് എനിക്കൊരു സ്വാലിഹായ ഭർത്താവിനെ കിട്ടണമെന്ന ചിന്തയിൽ എന്നിൽ നിന്ന് വിരിയുന്ന എൻ്റെ പുഷ്പങ്ങൾ, എൻ്റെ വല്ലരികൾ, അത് നല്ലവരായി തീർന്നവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന കുടുംബമാകണം എന്ന് ചിന്തിക്കുന്ന ഒരു ഫാമിലിക്ക് സിസ്റ്റം നൽകുന്ന ഒരു നല്ല സ്ഥാപനം ഈ നാട്ടിൽ വളരേണ്ടതുണ്ട്. 2 കാര്യം അതിലുണ്ട്. ഒന്ന്, ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഒരു കുട്ടി പോകണമെങ്കിൽ മെഹ്റം വേണമല്ലോ. ആ ഒരു വലിയ സംഗതിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഏതെങ്കിലും ബസ്സിലൊക്കെ കയറിപ്പോയി മെഹ്റമില്ലാതെ മറ്റൊരു നാട്ടിൽ പോയി പഠിക്കുന്നതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നു. സ്വന്തം നാട്ടിൽ നടക്കാൻ മെഹ്റം വേണ്ടല്ലോ.
കാരണം യാത്രയായിട്ടില്ലല്ലോ, നാട്ടിൻ്റെ അതിർത്തി കടന്നാലല്ലേ യാത്ര തുടങ്ങുക. ഇതതിലെ ഒന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമത്തെ മറ്റൊരു വിഷയം സ്ത്രീകൾ മാത്രം സംവിധാനിക്കപ്പെടുന്ന ഒരു നാട്. സ്ത്രീകളാൽ പഠിപ്പിക്കപ്പെടണം, സ്ത്രീകൾ സംവിധാനിക്കപ്പെടണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് മറ്റു സാധ്യതകളും ചാൻസുകളും ഇല്ലാതെയാകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ബോയ് ഫ്രണ്ടിൽ നിന്ന് പെണ്ണ് രക്ഷപ്പെടുന്നു, ഒരു ലൈനിൽ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഒരു ചെക്കനെ കൊണ്ട് നമ്മുടെ മകളെ കെട്ടിച്ചയക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ കല്യാണം വേണ്ടി വരില്ല, സ്വയം പര്യാപ്തത ആവശ്യമാകും. ഞാൻ പഠിക്കുകയാണെന്ന് പറയും, എൻ്റെ പഠിപ്പ് നിർത്തരുതെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞൊഴിയുന്നത് വേറെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, കോട്ടിലമർത്തി പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വക ഗുരുമാലിൽ നിന്ന് മുഴുവനും രക്ഷപ്പെടാൻ അവനവന്റെ നാട്ടിലാകുമ്പോൾ നമ്മുടെ ഒരു നോട്ടമെത്തും. നാട്ടിന്റെ പരിചയത്തിലുള്ള പെണ്ണുങ്ങളാകുമ്പോൾ പ്രശ്നങ്ങൾ കുറയും. പരസ്പരം പരിചയമുണ്ടാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അന്യം നിൽക്കും. അതവൾ പറയുമോ ഇവര് പറയുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടാകും. അതോടൊപ്പം ആ പെണ്ണിന് തെർബിയത്ത് കിട്ടും. നാട്ടിൽ നിന്ന് മഹറമില്ലാതെ മറ്റൊരു നാട്ടിൽ പോയി പെണ്ണൊറ്റക്ക് പഠിക്കുക എന്ന ഹറാമിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മുടെ പെണ്ണുങ്ങൾക്കൊരു തെർബിയത്ത് കിട്ടി, തസ്കിയത്ത് കിട്ടി. നമ്മുടെ നാടിൻ്റെ അകത്തളങ്ങളൊന്ന് ശുദ്ധമാകാൻ, ഒന്ന് തസ്കിയത്ത് ചെയ്യപ്പെടാൻ ഈ നാട്ടിൽ വരട്ടെ ഒരു വനിതാ ശരീഅത്ത് കോളേജ്. അതിൽ നമ്മൾക്ക് നൽകാം +1 +2, അതിൽ നമ്മൾക്ക് ഡിഗ്രിയും PGയും നൽകാം, PhDയും നൽകാം. ഏത് എൻട്രൻസിനും അവരെ പാകപ്പെടുത്താം, നമ്മൾക്ക് അവരെ ഉന്നതരാക്കാം. ഒപ്പം അവൾക്ക് ഇൽമുള്ള, ഖൗഫുള്ള, ഖശിയത്തുള്ള, ഹൈബത്തുള്ള ഒരു നല്ല കുടുംബിനിയായി നമ്മൾക്കവരെ കയ്യിലേക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ നാടുകൾ അത് ചിന്തിച്ചില്ലെങ്കിൽ ഈ സഹോദരിമാർ ഇനിയും നമ്മളോട് പകരം വീട്ടും. ഈ സഹോദരിമാര് പകരം വീട്ടുന്നതിൽ ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ഇടപെടലിലുള്ള, പുരുഷന്മാരുടെ ഇടപെടലിലുള്ള ചില അപക്വമായ രീതികൾ അതിന് കാരണമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആണൊരുത്തൻ്റെ ഒരുത്തിയായി ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ സ്വയം പര്യാപ്തതയിൽ 2 കാലിൽ ഞാൻ നിൽക്കാൻ പറ്റുന്ന അവസരത്തിലേ ഞാനൊരു പെണ്ണിനെ ഒരാണിനെ ആശിക്കുന്നുള്ളൂ. അല്ലെങ്കിലും എന്തിനാണൊരു ആണ്, കാര്യങ്ങൾ നടക്കാൻ എന്തിനാണൊരു പുരുഷൻ എന്ന് ചിന്തിക്കുന്ന വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ മൂല കാരണം, അതിൻ്റെ അടിയാധാരം പരിശോധിച്ചാൽ പടച്ചവനെ പേടി അന്യം നിന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തസ്കിയത്ത് കിട്ടുന്ന, തെർബിയത്ത് കിട്ടുന്ന ഒരു സ്ഥാപനം ഈ നാട്ടിൽ കമ്മിറ്റിക്ക് കീഴിൽ, സമിതിക്ക് കീഴിൽ വരട്ടെ, എല്ലാ മഹല്ലിലും വരട്ടെ. എന്നിട്ടും അവർ പുറത്തോട്ട് പോകുന്നു, ഔട്ട് ഓഫ് കേരളയിലേക്ക് പഠിക്കാൻ പോകുന്നു. അവരൊന്നിച്ച് വടകരയിൽ പോകുന്നു, ഛത്തീസ്ഗഡിൽ പോകുന്നു. അവൾ മാത്രം മറ്റു വിദൂര യാത്രകൾ 4 ദിവസവും 5 ദിവസവും വെച്ചുള്ള യാത്ര അവൾ ഒറ്റക്ക് പോകുന്നെങ്കിൽ അവൾ അങ്ങ് പോകട്ടെ. എന്നാലും നന്നാകണം, രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന പെണ്ണിനും, എൻ്റെ പെണ്ണിനൊരു ഊട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്ന രക്ഷിതാവിനും ആ ഉമ്മക്കും ഒരു ചാൻസ് നമ്മൾ ഒരുക്കി കൊടുത്താൽ നമ്മുടെ സാമൂഹ്യ ബാധ്യത തീരും, നമ്മുടെ ഫർദ് കിഫ തീരും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് യജമാനനായ പടച്ചവനോട് നമ്മൾക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്വലാത്ത് ഹൽഖയുടെ, ഇന്നത്തെ നമ്മുടെ ഈ സ്വലാത്തിന്റെ വാർഷികത്തിലെ ഏറ്റവും വലിയ ഒരു സമ്മാനമായി ഞാനിത് തരുന്നു. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ മുഴുവനും ഈ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1000 വട്ടം ശരിയാണ്. എന്തുകൊണ്ട്? അങ്ങനെയല്ലാതെ ഇനി രക്ഷപ്പെടാൻ പഴുതില്ല. 5ാം ക്ലാസ് മുതൽ ബോയ് ഫ്രണ്ട് തുടങ്ങുന്നുണ്ട്.
4ാം ക്ലാസ് മുതൽ ഗേൾ ഫ്രണ്ട് തുടങ്ങുന്നുണ്ട്. ആ ബന്ധം പിന്നീട് ചൂടായി കത്തിക്കേറുന്നുണ്ട്. പിന്നീട് പലതും സംഭവിക്കുന്നുണ്ട്. അതാണ് പിന്നീട് നമ്മൾ വിചാരിച്ച ഒരു പുതിയാപ്പളനെ കൊണ്ട് കെട്ടിക്കാൻ സാധിക്കാത്തതും പഠനം തീരാത്തതും. അതിലേക്ക് നമ്മൾ വിഷയങ്ങൾ വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതുണ്ട്. 28ഉം 30ഉം വയസ്സായ ആണുങ്ങള്, 32ഉം 35ഉം വയസ്സായ പുരുഷന്മാര്, 40നോടടുത്തവർക്ക് പെണ്ണ് കിട്ടുന്നില്ല. എന്തേ കാര്യം? ഇതെന്നെ കാര്യം. ഒറ്റ സാധുക്കൾ. ഇതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിലുള്ള ഭയപ്പാട് കയറ്റുക, അള്ളാഹുവിലുള്ള പേടി കയറ്റുക. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് നിങ്ങൾ ഇൽമു കൊടുക്കണം. പെൺകുട്ടികൾക്ക് സ്വന്തം ദേശത്ത് ഈ സംവിധാനം ഒരുക്കി തസ്കിയത്തും ഇൽമും അവർക്കും നൽകണം. ഇത് രണ്ടും നൽകിയവരുടെ ഉള്ളത്തിലേക്ക് പടച്ചോനെ പേടി കയറ്റിയാൽ നാളെ പരലോകത്തവര് നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തൂല. നമ്മളൊക്കെ വിചാരിച്ചതിൻ്റെ അപ്പുറത്താണ് കാര്യം. നമ്മൾ വിചാരിച്ചു പോയൊരു കാര്യം എന്താ അറിയോ? 7ാം ക്ലാസ് പാസ്സായി സമസ്തന്റെ പൊതുപരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക്. ഭയങ്കര സംഭവമാണ്. എൻ്റെ പണി കഴിഞ്ഞു എന്നാ ചിന്തിച്ചത്. 7ാം ക്ലാസ്സിൽ പാസ്സായ സർട്ടിഫിക്കറ്റ് ചുമരിൽ തൂങ്ങിയാൽ എൻ്റെ പണി തീർന്നു. ഒന്നിനാത്രം പോന്നില്ലേ മാണെങ്കിൽ നിക്കരിച്ചോട്ടെ, ഒന്നിനാത്രം പോന്നില്ലേ മാണെങ്കിൽ നോൽമ്പോറ്റോട്ടെ, ഒന്നിനാത്രം പോന്നില്ലേ മാണെങ്കിൽ സുബൈക്കണീറ്റോട്ടെ. ഇത് പറയുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ പാകപ്പെട്ടത് അജ്ഞതയിൽ നിന്നാണ്. അത് പറ്റില്ല. ഒന്നിനാത്രം പോന്നിട്ടും എന്തേ സുബൈക്കണീക്കാത്തൊരവസ്ഥ വന്നു? ഒന്നിനാത്രം പോന്നിട്ടും എന്തേ നേരത്തെ നിസ്കരിക്കാത്തൊരവസ്ഥ വന്നു? ഒന്നിനാത്രം പോന്നിട്ടും എന്തേ അബദ്ധസഞ്ചാരങ്ങളിൽ അകപ്പെട്ടു? അത് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടില്ല. അത് പടച്ചോനെ പേടിയാണ്. എന്താ പടച്ചോനെ പേടി എന്ന് പറഞ്ഞാൽ? നമ്മൾക്ക് ഉമ്മാനെ പേടിയുണ്ട്, വാപ്പാനെ പേടിയുണ്ട്, ജ്യേഷ്ഠനെ പേടിയുണ്ട്, അഞ്ചനെ പേടിയുണ്ട്, മക്കളെ പേടിയുണ്ട്, പേരമക്കളെ പേടിയുണ്ട്. പടച്ചോനെ പേടിയുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഓലൊക്കെ ഒഴിഞ്ഞ സമയത്ത് തെറ്റ് ചെയ്തത്. ഇരുട്ട് തണ്ടിത്തെരഞ്ഞ് കഥകടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് തെറ്റു ചെയ്യാനുള്ള കാരണം എന്താ? ആരും കാണരുത്. നമ്മുടെ തെറ്റിന്റെ മാനിഫെസ്റ്റോ അതാണ്. ആരും കാണരുത്, ആരും കാണരുത് എന്ന ഈ ഒരു തസ്തികയിൽ നമ്മൾ നിന്നപ്പോൾ ആരും എന്നതിൽ നമ്മൾ പടച്ചോനെ പെടുത്തിയില്ല. ആരും എന്നതിൽ നമ്മൾ മുത്തുനബിനെ പെടുത്തിയില്ല. ആരും എന്നതിൽ പകലും രാത്രിയും നിതാന്ത ജാഗ്രതയിൽ നമ്മുടെ ബോഡി ഗാർഡായി, പ്രൊട്ടക്ഷനായി, നമ്മുടെ റൈറ്റർമാരായി, ഫോട്ടോഗ്രാഫർമാരായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒപ്പിയെടുത്ത് പറയുന്ന വാക്കുകളെ കോർത്തെടുക്കാൻ സർവസജ്ജമായി നിൽക്കുന്ന 10 20 മലക്കുകളെ നമ്മൾ മെയിൻറ്റു ചെയ്തില്ല. പടച്ചോനെ പേടി കേരിയില്ല. മുത്തുനബിനെ സംബന്ധിച്ചുള്ള ലജ്ജയും മടിയും കേരിയില്ല. മലായികത്തുകളെ പറ്റിയുള്ള ലജ്ജയും കുറവും മടിയും കേരിയില്ല. ഇബ്ന ആദമ ലാ തജ്അൽനി അഹ്വനൻ നാദിരീന ഇലൈക. പടച്ചോന്റെ ഖുദ്സിയായ ഹദീസ. ആദമിന്റെ മോളെ, നിന്നിലേക്ക് നോക്കി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നീ പരിഗണിച്ചപ്പോ എന്നെ മാത്രം നീ അവഗണിക്കല്ല. നിന്റെ ഉമ്മയെയും നിന്റെ ഉപ്പയെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും ഭർത്താവിനെയും നീ പരിഗണിച്ചു. നീ ചെയ്ത ഒരു തെറ്റും കുറ്റവും അവർ കാണരുതെന്ന് നീ തീരുമാനിച്ചു. അങ്ങനെ നീ അവരിൽ നിന്ന് സേഫ്റ്റിയായി. ഇരുട്ട് തെരഞ്ഞു പോയി, കഥകടച്ചു പോയി, പുതപ്പിനുള്ളിലെത്തിപ്പോയി, ലൈറ്റ് ഓഫ് ചെയ്തു പോയി. ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കുമൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നു. പരിചയക്കാരും കാണരുതെന്ന് ശപഥമുള്ളതുകൊണ്ട്. എന്നാൽ രഹസ്യത്തിലും പരസ്യത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും കഥകടഞ്ഞാലും കഥക് തുറന്നാലും
നമ്മെ വീക്ഷിക്കുന്ന ഒരു പടച്ചവനുണ്ട്, ഒരു മുത്തുനബിയുണ്ട്. പ്രകാശമായ മുത്തുനബിക്ക് ഇരുട്ട് പ്രശ്നമല്ല. തീ കൊണ്ട് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലായിക്കത്തിന് ഇരുട്ട് പ്രശ്നമല്ല. രാവും പകലും ഒരുപോലെ സൃഷ്ടിച്ച പടച്ചവനിക്ക് ഇരുട്ട് പ്രശ്നമല്ല. കഥകടച്ചാൽ പ്രശ്നമല്ല. ഈ ഒരു അല്ലാഹുവിനെ ഇരുട്ടിലും വെളിച്ചത്തിലും രാത്രിയിലും പകലിലും കഥകടഞ്ഞാലും കഥകു തുറന്നാലും ഈ ഒരു പടച്ചവനെ പേടിക്കുന്ന മക്കളെ നമ്മൾക്ക് കിട്ടണം. ആ മക്കളെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇൽമ് നൽകണം, അറിവ് നൽകണം, പരിജ്ഞാനം നൽകണം. അല്ലാഹുവിലെ ഖൗഫ് കേറ്റിക്കിട്ടണം. അത് ഇൽമ് തന്നെയാണ് നിദാനം. നമ്മൾക്ക് എന്തേ തീയുപേടിയായി? ചെറുപ്പത്തിലെ വിളക്ക്, മണ്ണെണ്ണ വിളക്ക് നമ്മൾ കൈകൊണ്ട് പിടിച്ചപ്പോ 1-2 തവണ നമ്മൾക്ക് പൊള്ളിപ്പോയപ്പോൾ പിന്നെ വിളക്ക് കാണുമ്പോ പേടിയായി. ഒരു സംഭവത്തെ പേടിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് വിവരമുണ്ടാവണം. അള്ളാനെ പറ്റി വിവരമുണ്ടായാലേ അള്ളാനെ പേടി ഉണ്ടാവുകയുള്ളൂ. മുത്തുനബിയെ പറ്റി വിവരമുണ്ടായാലേ മുത്തുനബിയെ പേടി ഉണ്ടാവുകയുള്ളൂ. മലായിക്കത്തുകളെ പറ്റി വിവരമുണ്ടായാലേ മലായിക്കത്തുകളെ പേടി ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ ഭയമുള്ളവരാവണം, മുത്തുനബിയിൽ ഭയമുള്ളവരാവണം, മുത്തുനബിയെ പേടിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തുന്നവരാവണം. എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ മുത്തുനബി വേദനിക്കേണ്ടി വരില്ല എന്ന ഒരു ശപഥം നമ്മൾക്ക് വേണം. ആ ശപഥം നമ്മളെ മക്കൾക്ക് നൽകണം. അതുകൊണ്ട് മക്കളെ, എൻ്റെ അഹ്ബാബീങ്ങളെ, ഉമ്മമാരെ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും നമ്മൾക്ക് മരിക്കണമല്ലോ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കണമല്ലോ. ആരാണ് ഈമാനോടെ മരിക്കുക? ഈമാനോടെ ജീവിച്ചവരാണ് ഈമാനോടെ മരിക്കുക. എന്താണ് ഈമാൻ? അത് വളരെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടിലും വെളിച്ചത്തിലും ഒരേപോലെ വിശ്വാസം. കഥ കടഞ്ഞാലും കഥകു തുറന്നാലും ഒരേപോലെ വിശ്വാസം. വിചിത്രമില്ല, ഇരട്ടത്താപ്പില്ല, കാപ്പട്യമില്ല, നിഷ്കളങ്കമായ ഈമാൻ. അതിന് ഇൽമു തന്നെയാണു നിദാനം. ഞാൻ എൻ്റെ അഹ്ബാബീങ്ങളിലേക്കൊന്ന് കടന്നു വരട്ടെ. നമ്മൾക്ക് പടച്ചവൻ ഈമാന് തന്നു. ഈ ഈമാനോടെ നമ്മൾക്കിനി മടങ്ങണം. നമ്മുടെ മക്കളും മടങ്ങണം, ഭാര്യയും മടങ്ങണം. നമ്മുടെ മക്കൾ നന്നാകണം എന്നത് നമ്മുടെ ആശയാണെങ്കിൽ അതിന് മറ്റൊരു ഫോർമുല കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. നമ്മുടെ ഭാര്യമാര് നന്നാകണം എന്നത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ അതിനൊരു ഫോർമുല നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. നിങ്ങളുടെ ഭർത്താക്കന്മാര് നന്നാകണമെന്ന് നിങ്ങൾക്ക് അഭിലാഷമുണ്ടെങ്കിൽ അതിനൊരു ഫോർമുല ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. അതെന്താണ്? നമ്മൾ നന്നാവുക. നമ്മളെ കയ്യിൽ അവർക്ക് നന്മ കൊടുക്കാൻ ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ ആ നന്മ പൂത്തുലയണം. ആ നന്മ നമ്മളിൽ സന്നിവേശിപ്പിക്കപ്പെടണം. നമ്മൾ നന്നാകാതെ നമ്മുടെ മക്കൾ നന്നാകണമെന്ന് ആശിച്ചാൽ, നമ്മൾക്ക് ഈമാന് കയറാതെ നമ്മുടെ മക്കൾക്ക് ഈമാന് കയറണമെന്ന് ആശിച്ചാൽ, ഇരുട്ടിലും വെളിച്ചത്തിലും കഥ കടഞ്ഞാലും കഥകു തുറന്നാലും, സ്വദേശത്തായാലും വിദേശത്തായാലും കുടുംബത്തിന്റെ കൂടെയായാലും ഒറ്റക്കായാലും ഒരേ നിലപാട് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പാകപ്പെട്ടാലേ നമ്മുടെ മക്കൾ ആ അവസ്ഥയിലേക്ക് പാകപ്പെടൂ, നമ്മുടെ ഭാര്യ ആ അവസ്ഥയിലേക്ക് പാകപ്പെടൂ, നമ്മുടെ ഭർത്താവ് ആ അവസ്ഥയിലേക്ക് പാകപ്പെടൂ. ഇത് സ്വന്തം നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കുറ്റമുക്തമായി ജീവിക്കുവീൻ. നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഉമ്മമാർ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ കുടുംബത്തിലെ മറ്റു പെണ്ണുങ്ങൾ, നിങ്ങളുടെ ആശ്രിതർ എല്ലാവരും കുറ്റമുക്തമായി ജീവിക്കും. നിങ്ങൾ കുറ്റമുക്തമായി ജീവിച്ചാൽ നിങ്ങളുടെ നിസാ, നിങ്ങളുടെ പെണ്ണുങ്ങൾ കുറ്റമുക്തമായി ജീവിക്കും. ഭാര്യമാര് മാത്രമല്ല, അതിൽ പെൺമക്കളുണ്ട്. പെൺമക്കൾ മാത്രമല്ല, അതിൽ തൻ്റെ പെങ്ങന്മാരുണ്ട്.
ഇതൊരു വലിയ ചാൻസാണ്, ഒരു വലിയ പാഠമാണ്. നിങ്ങൾ കുറ്റമുക്തമായി ജീവിക്കലാണ് നിങ്ങളെ ഭാര്യമാര് നന്നാകാനുള്ള പണി. നിങ്ങളുടെ പിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൺമക്കൾ ഗുണം ചെയ്യും. നിങ്ങളെ പിതാക്കളോട് നിങ്ങൾ കടപ്പാട് തീർത്തത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലൂടെ അത് തിരിച്ചു കിട്ടും, തിരിച്ചാണെങ്കിൽ തിരിച്ചും കിട്ടും. അതുകൊണ്ട് നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് ജീവിക്കലാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി. ആര് രക്ഷപ്പെടാൻ? കുടുംബം രക്ഷപ്പെടാനുള്ള വഴി. മക്കള് നന്നാകാനും ഭാര്യമാര് നന്നാകാനും ഭർത്താക്കന്മാര് നന്നാകാനും ഒരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചു, അത് ഇൽമു നൽകലാണ്, ഖൗഫുള്ള ഇൽമു നൽകലാണ്. അതിൻ്റെ വഴികളും പറഞ്ഞു വെച്ചതിന് ശേഷം രണ്ടാമത് ഞാൻ കടന്നത് നമ്മൾ തന്നെയും നന്നാവലാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അടുക്കളയിലെ വേലക്കാരോ. ആരാണ് ഫുളൈൽ ഇബ്നു ഇയാദ്? തങ്ങൾ അറിയോ നിങ്ങൾക്ക്? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും എന്ന ആയത്തിൽ പറഞ്ഞ ആയത്ത് ഇങ്ങോട്ട് കേട്ട സമയത്ത് നന്നായ ഒരു കാലത്ത് വഴിവിട്ട് സഞ്ചരിച്ച മഹാൻ ഒരു കാലത്ത് വഴിവിട്ട് സഞ്ചരിച്ചു പോയി. പക്ഷെ ഈ ആയത്ത് കേട്ടു, അള്ളാഹുവിനെ സ്മരിച്ചിട്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് ഹൃദയത്തിനൊരു ഭക്തി ഉണ്ടാകാൻ, പേടിയുണ്ടാകാൻ, വിനയമുണ്ടാകാൻ സമയമായില്ലേ മുഅ്മിനീങ്ങൾക്ക്? ഒമാനസലമിനല്ലക്കി ഖുർആൻ കേട്ടിട്ടും അത് പറഞ്ഞിട്ടും മനുഷ്യനൊന്ന് നന്നാകാൻ സമയമായില്ലേ? ഈ ആയത്ത് കേട്ടത് കൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് നന്നായത്. ആ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പിന്നീട് ആഖിബത്തിന്റെ കാര്യം ചിന്തിച്ച് 30 വർഷം ചിരിച്ചില്ല. 30 വർഷം ചിരിച്ചില്ല. തൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തിൽ സന്തോഷിച്ചു മാത്രം 30 കൊല്ലത്തിനിടക്ക് ഒരു തവണ മാത്രം ചിരിച്ച മഹാൻ, അതാണ് സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ്. ആ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അടുക്കളയിലെ വേലക്കാരികളോ, എൻ്റെ അടുക്കളയിലെ വേലക്കാരികളോ, എൻ്റെ ആലയിലെ കാലികളോ, നാൽക്കാലികളോ, എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ ഞാൻ അവരെ ഉപദേശിക്കാറില്ല. എൻ്റെ യജമാനനായ പടച്ച തമ്പുരാനോട് ഞാൻ ചെയ്യേണ്ട കടപ്പാട്, ഞാൻ ചെയ്യേണ്ട അനുസരണങ്ങളിൽ എവിടെയോ വിഘ്നം വന്നതാണ്. എന്നെ അനുസരിക്കേണ്ടവർ എന്നെ അനുസരിക്കാത്തത് എന്ന് ഞാൻ ബോധിക്കും. എൻ്റെ പടച്ചവനെ ഞാൻ അനുസരിക്കുന്നിടത്ത് എവിടെയോ ട്രബിൾ വന്നിട്ടുണ്ട്, എവിടെയോ വീക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ അനുസരിക്കേണ്ടവർ എന്നെ അനുസരിക്കാത്തത്. ഞാൻ അവരെ ഒന്നും കയർക്കില്ല, അവരോടൊന്നും മിണ്ടില്ല, അവരെ ഞാൻ ഉപദേശിക്കില്ല. ഞാൻ എൻ്റെ പടച്ചവനോട് തൗബ ചെയ്യും. നിന്നോട് ഞാൻ ചെയ്യേണ്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപമര്യാദ വന്നുപോയെങ്കിൽ, അനുസരണക്കേട് വന്നുപോയെങ്കിൽ എനിക്ക് നീ മാപ്പ് തരണേ അല്ലാ. ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റു ചെയ്യില്ല, ഒരു കുറ്റം ചെയ്യില്ല, ഒരബദ്ധ സഞ്ചാരം നടത്തില്ല. ഇതങ്ങ് പറയുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയും, ഞാൻ അങ്ങനെ എൻ്റെ യജമാനനോട് തൗബ ചെയ്തിട്ട് എൻ്റെ ആശ്രിതർ എന്നെ അനുസരിക്കുന്നതിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ
വീണ്ടും അവരനുസരണക്കേടും അപമര്യാദയും കാണിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ എൻ്റെ പടച്ചവനോട് തൗബ ചെയ്യും. എൻ്റെ തൗബ എൻ്റെ പടച്ചവൻ സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കല് എൻ്റെ ആശ്രിതർ എന്നെ അനുസരിക്കുമ്പോഴാണ്. എൻ്റെ ആലയിൽ കെട്ടിയ കാലികൾ എനിക്ക് പാല് ചുരത്തി തരികയും പാല് കറക്കുന്ന അവസരത്തിൽ പാട്ടക്ക് തട്ടാതെ വാലുമിന്നാതെ എൻ്റെ നാൽക്കാലി എന്ന് നിൽക്കുന്നുവോ അന്ന് എൻ്റെ യജമാനൻ എൻ്റെ തൗബ സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. ഈ ഒരു നസീഹത്തിന്റെ ഒരു ഗൗരവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നന്നായെങ്കിലേ നമ്മളെ മക്കൾ നന്നാവുകയുള്ളൂ. നമ്മൾ നമ്മുടെ യജമാനനോട് അനുസരണക്കേട് കാണിച്ചാൽ നമ്മുടെ മക്കൾ നമ്മളോടും അനുസരണക്കേട് കാണിക്കും. യജമാനനായ പടച്ചവനോട് അനുസരണക്കേട് കാണിക്കരുത് എന്ന് നമ്മൾ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവര് നമ്മളെ ധിക്കരിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കും. അതുകൊണ്ട് പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോളണം, കാത്തോളണം. മക്കള് വടക്കായതിൻ്റെ മൂല കാരണം നിങ്ങൾ വടക്കായതാണെന്ന് ചിന്തിക്കണം. 1000 പെണ്ണുങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എൻ്റെ ഭംഗി മറ്റൊരാള് കാണരുത്, എൻ്റെ ഭംഗി കണ്ട് മറ്റൊരാൾ ആകർഷിക്കരുതെന്ന് ചിന്തിക്കുന്ന 1000-ൽ ഒരു ഉമ്മയുണ്ടോ? തഹജ്ജുദുണ്ട്, വിത്തുണ്ട്, റവാത്തിബുണ്ട്, സുന്നത്തുണ്ട്, റജബും ശഅബാനും റമദാനും സിത്തത്തും മിൻ ശവ്വാലും 96 നോമ്പും റെഡിയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന പെണ്ണ് എന്തുകൊണ്ടാണ് അരക്കെട്ടിന്റെ ഭാഗം പർദ്ദ ടൈറ്റ് ഫിറ്റായി പോയത്? ഇതൊക്കെ ചെയ്യുന്ന പെണ്ണെങ്ങനെയാണ് എന്നെ അവനൊന്ന് ശ്രദ്ധിക്കാതെ പോയതിൽ മനം വേദനിക്കുന്നത്, എന്നെ അവനൊന്ന് നോക്കാതെ പോയതിൽ മനം ക്ലേശപ്പെടുന്നത്? അത് ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. തഹജ്ജുദും വിത്തും ഒക്കെ നല്ല സുഖമുള്ള പരിപാടിയാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് ജീവിതത്തിൽ കടുത്ത പ്രയാസമുള്ള കാര്യമാണ്. ഗസാലി ഇമാം തന്റെ വിദായത്തുൽ വിദായിലത് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാനുള്ളത് ചെയ്തു തീർക്കലല്ല പണി, ഒഴിക്കാനുള്ളതൊന്ന് ഒഴിവാക്കലാണ് പണി. അത് ഏറ്റവും സാഹസികമാണ്, ഏറ്റവും ശ്രമകരമാണ്. യുവാക്കളെ, ഞാൻ വരുന്നു നിങ്ങളിലേക്ക്. ഇന്ന് നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് എന്നതാണ്.